ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 24 വോൾട്ട് 120 AHൻ്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ ഡിസ്ചാർജ് ടെസ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇപ്പോൾ ആദ്യത്തെ പാർട്ടിൽ 1500 വാട്ട് അവർ, അതായത് 1.5 യൂണിറ്റ് ഡിസ്ചാർജ് ആയിരുന്നു. ഇപ്പോൾ അത് 1800 വാട്ട് അവർ, അതായത് 1.8 യൂണിറ്റ് കറണ്ട് ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. ഇത് ഈ ഒരു സ്ക്രീനിൽ വലത്തേ അറ്റത്തിരിക്കുന്നതാണ് നമ്മുടെ ഫുൾ കോപ്പർ ഇൻവെർട്ടർ, 2.5 kVA. ഇത് 2000 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ഇൻവെർട്ടറാണ്. ഈ നടുക്കിരിക്കുന്നതാണ് മസിൽ ഗ്രിഡിൻ്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 120 AHൻ്റെയാണ്. ഇതിനകത്ത് പ്രിസ്മാറ്റിക് സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, പോസിറ്റീവ് ടെർമിനൽ താഴേക്കാണ്. ഇടതുവശത്തിരിക്കുന്നത് MPPT ചാർജ് കൺട്രോളറിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് എനർജി മീറ്ററിൽ ഏറ്റവും താഴെ വലതുവശത്താണ് ഇതിനകത്ത് വാട്ട് അവർ എത്രയെന്ന് കാണിക്കുന്നത്. ഇപ്പം ബാറ്ററിയുടെ വോൾട്ടേജ് 24 വോൾട്ട് ആയിരിക്കുകയാണ്. 21 വോൾട്ട് വരെ ഏകദേശം അത് ബാറ്ററി ഡിസ്ചാർജ് ആവും. അത് കഴിയുമ്പോഴത്തേക്ക് BMS ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം തനിയെ കട്ട് ഓഫ് ആവും. ഇപ്പോൾ 42 ആംപിയറാണ് ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോ വാട്ടിൻ്റെയാണ് പവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 AH ആണ്, ആംപിയർ അവർ. അത്ര എനർജി ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ 100 ആംപിയർ കറണ്ട് വരെ ഇതിനകത്ത് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നമ്മൾ 50 ആംപിയർ വരെ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ബാറ്ററിയുടെ ഫുൾ കപ്പാസിറ്റിയിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു വീഡിയോ, അതായത് 100 ആംപിയറിൽ ഈ ബാറ്ററി വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ഉടനെ തന്നെ ഇതിനകത്ത് 100 ആംപിയർ കൺസ്യൂം ചെയ്യുന്ന തരത്തിലുള്ള ലോഡ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട്, അതായത് ഫുൾ കപ്പാസിറ്റി ഫുൾ ലോഡിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു വീഡിയോ ഇടാം. ഇപ്പോൾ ബാറ്ററിയുടെ ചാർജ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കപ്പാസിറ്റി എന്ന് വെച്ചാൽ, ഇത് മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, 2-3 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, അത് കാണുക. ബാറ്ററിയുടെ ഫുൾ കപ്പാസിറ്റി എന്ന് വെച്ചാൽ നോമിനൽ വോൾട്ടേജിൻ്റെ ആംപിയർ അവർ കപ്പാസിറ്റിയാണ്. ഇത് 3076 വാട്ട് അവറാണ്, ഏകദേശം 3 യൂണിറ്റ്. ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 3 യൂണിറ്റ് തന്നെ ഇതിനകത്ത് ചാർജ് ആയി. പക്ഷേ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2.5 യൂണിറ്റ് കറണ്ട് ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2735 വാട്ട് അവറിലാണ് ഇത് ഡിസ്ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത്. മാക്സിമം കറണ്ട് ഈ ബാറ്ററിയിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന 2735 വാട്ട് അവറാണ്. അതായത് ഇതിനെ ആംപിയർ അവറിലേക്ക് കൺവേർട്ട് ചെയ്താൽ 106 ആംപിയർ അവർ മാത്രമേ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അതായത് ചാർജ് ചെയ്തപ്പോൾ 120 ആംപിയർ അവർ നമ്മൾ ചാർജ് ചെയ്തു, പക്ഷേ എടുത്തപ്പോൾ 106 ആംപിയർ അവർ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി 14 ആംപിയർ അവർ ലോസ് ആയിട്ടുണ്ട്. ഇത് എവിടെ പോയി എന്നുള്ളത്, എങ്ങനെ ലോസായി എന്നുള്ളത് അറിയാവുന്നവർ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മാക്സിമം ഡിസ്ചാർജ് കപ്പാസിറ്റി ഇപ്പോൾ ആവും. ബാറ്ററിയുടെ വോൾട്ടേജ് 22 21 കുറഞ്ഞു. ലോ വോൾട്ടേജ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട് ഇൻവെർട്ടറിൽ. ബാറ്ററി കട്ടായി. 2 മണിക്കൂറിൻ്റെ വീഡിയോയാണ് സ്പീഡ് കൂട്ടിയിട്ട് 4 മിനിറ്റിലത്തേക്ക് ചുരുക്കി കാണിച്ചത്. എല്ലാ ഡീറ്റെയിൽസും ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.